ഓം ശാന്തി. ഇന്ന് ജീവിതത്തിലെ ടഫസ്റ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെ കടക്കണം എന്നതിൻ്റെ ഒരു കൊച്ചു കഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ സന്തോഷത്തോടു കൂടി ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് ഒരു മൺകുടിലിൽ ജീവിച്ചിരുന്നു. ദിവസവും അയാൾ പണിക്ക് പോകും, കൊണ്ടുവരും. കുഞ്ഞു കുടിലാണെങ്കിൽ പോലും അതിനൊരു സ്വർഗം പോലെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് മരത്തുമെന്ന് വീണ് ഒരു അപകടത്തിൽ അയാൾ മരിച്ചുപോയി. ആ കൊച്ചു കുഞ്ഞിനെയും വെച്ച് വീടുകളിൽ പോയി പാത്രം കഴുകി കൊണ്ടുവന്നുകൊണ്ട് മകനെ വളർത്താൻ അമ്മ നിർബന്ധിതയാവുകയാണ്. കുഞ്ഞിന് 5-6 വയസ്സായി. കുട്ടിയെ സ്കൂളിൽ ചേർത്താതെ പഠിപ്പിക്കാതിരിക്കാനാവില്ല. ആ ഗ്രാമത്തിനടുത്തൊന്നും അവർക്കൊരു സ്കൂളില്ല. സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിക്കായിരിക്കുന്ന ഫോറസ്റ്റിലൂടെ വനത്തിലൂടെ ഉള്ളതായിരിക്കുന്ന വഴിയിൽ കുറേ ദൂരം ഒറ്റയ്ക്ക് പോയിട്ട് വേണം ഈ കുട്ടിക്ക് സ്കൂളിലെത്താൻ. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അമ്മ മോനെ കൊണ്ട് സ്കൂളിലാക്കി കൊടുക്കും, തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അമ്മ മകനെ കൊണ്ടാക്കാൻ ദിവസവും പോയാൽ അവർക്ക് കഞ്ഞി കുടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മകനോട് പറയണം, മോനെ ഇപ്പോൾ വഴിയൊക്കെ മനസ്സിലായല്ലോ, നീ പോയിട്ട് വരണമെന്ന് പറയുകയാണ്. ഓരോ ദിവസം പോകുമ്പോഴും ആ കാട് കടക്കുന്ന സമയത്ത് അവൻ്റെ ഭയം കൊണ്ട് ഹൃദയമിടിപ്പ് കൂടുമായിരുന്നു. പലപ്പോഴും പല പല ജീവികളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടും. കുറേ ദൂരം വഴിയിലൂടെ കിതച്ച് താഴുമ്പോൾ പിന്നെയും നടക്കും. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് സ്കൂളിൽ പോയി വരും. ദിവസവും രാത്രി വന്നാൽ ഈ കുട്ടി അമ്മോട് പറയും, അമ്മേ നാളെ ഞാൻ പോകണമെങ്കിൽ അമ്മ കൂട്ടു വന്നേ പറ്റുമെന്ന്. പിറ്റേ ദിവസവും പ്രഭാതമാകുമ്പോൾ ആ അമ്മ മകനെ ബൂസ്റ്റ് ചെയ്യും, മോനെ പഠിക്കണം, വളരണം, നീ വലിയ ആളാവണം, അമ്മയുടെ സ്വപ്നമാണ് നമ്മുടെ എല്ലാ കഷ്ടവും തീരണം എന്നൊക്കെ പറയും. ഇത് ആ കുഞ്ഞു മനസ്സ് വീണ്ടും മോഹം കൊണ്ടുണരും. അവൻ സ്കൂളിലേക്ക് പോകും. ഒരു ദിവസം രാത്രി വന്നപ്പോൾ അവൻ വാശി പിടിച്ച് കരയുകയാണ്. എന്തു തന്നെയാണെങ്കിലും ശരി, എനിക്ക് പേടി കൊണ്ട് പോകാനാവുന്നില്ല, അമ്മ എന്തായാലും വന്നില്ല എങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഞാൻ വലുതായിട്ട് പഠിച്ചോളാം എന്ന് കുട്ടി പറയുകയാണ്. അപ്പോൾ അമ്മ വിചാരിക്കും, പഠിക്കാൻ കുട്ടീനെ അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാവി ഉണ്ടാവില്ല. അവസാനം കൃഷ്ണൻ്റെ മുന്നിൽ പോയിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണനോട് പറയും, കൃഷ്ണ, ഞാൻ എൻ്റെ മകനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എന്ന് മനസ്സുരുക്കി പറയും. എന്നിട്ട് പറയും തിരിച്ചു വന്ന് മോൻ്റെ അടുത്ത്, മോനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ സ്കൂളിലേക്ക് കൂട്ടുവരാൻ വേണ്ടി ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഈ മോൻ ചോദിക്കുകയാണ്, എൻ്റെ ഏട്ടനോ? ഞാൻ ഇതുവരെ കാണാത്തൊരു ഏട്ടനുണ്ടോ അമ്മ എനിക്ക് എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. കാട്ടിൽ വസിക്കുന്ന ഒരു ഏട്ടൻ നിനക്കുണ്ട്. പശുക്കളെ മേയ്ക്കാൻ വേണ്ടി ദിവസവും കാട്ടിൽ ആ ഏട്ടൻ വരും. നീ വരുന്ന സമയത്ത് നിന്നെ കൂടുതൽ കൊണ്ടാക്കിക്കോളാമെന്നും തിരിച്ചു കൊണ്ടാക്കാമെന്നൊക്കെ ആ ഏട്ടൻ ഏറ്റിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ കുട്ടിക്ക് സന്തോഷം കൊണ്ട് തുള്ളിപ്പോവും. പിറ്റേ ദിവസം രാവിലെ അവന് സ്കൂളിൽ പോകാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. ഇതുവരെ കാണാത്ത ഏട്ടനെ കാണാനുള്ളതായിട്ടുള്ള അവൻ്റെ കൊതിയായിരുന്നു. അവനന്ന് കാടിൻ്റെ വഴിയിൽ ഉൾക്കാട്ടിലെത്തിയപ്പോൾ അവൻ ഉറക്കെ വിളിക്കും, കൃഷ്ണേട്ടാ കൃഷ്ണേട്ടാ, ഓടി വാ എന്ന് വിളിക്കും. കുറച്ചു നേരം അവൻ വിളിച്ചപ്പോൾ ആദ്യം ശബ്ദമൊന്നും കേൾക്കില്ല. അവനൊന്ന് സംശയിച്ചു നിന്നു. ഒന്നുകൂടി ഉച്ചത്തിൽ വിളിക്കുകയാണ്, പശുക്കളെ മേയ്ക്കുന്ന കൃഷ്ണേട്ടാ ഓടി വാ, ഞാൻ വന്നു, എന്നെ കടത്തിത്താ കാടെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പതുക്കെ ഒരു ഓടക്കുഴൽ നാദം കേൾക്കും. ആ ഓടക്കുഴൽ നാദം കേട്ട് അവസാനം അവൻ കാണും അവൻ്റെ ഏട്ടൻ, അവനേക്കാൾ കുറച്ച് പ്രായമുള്ള ഒരു ഏട്ടൻ വന്നിരിക്കുന്നു. വാ മോനെ, ഞാൻ നിന്നെ കൊണ്ടാക്കി തരാമെന്ന് പറയുക. അപ്പോൾ ഏട്ടൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് തുള്ളിച്ചാടി പോകുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇത്ര ദിവസമായിട്ട് എന്താ ഏട്ടൻ വീട്ടിൽ വരാഞ്ഞത് എന്ന്. നീ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട്, നീ എന്നെ കാണാഞ്ഞിട്ടാണെന്ന് പറയും. അതല്ലേ അമ്മയ്ക്ക് അറിയുന്നത് എന്ന് പറയും. അങ്ങനെ കുറേ ദിവസം എന്നും അതെ ഏട്ടൻ അവനെ കൊണ്ടാക്കി കൊടുക്കും. തിരിച്ച് കാട്ടിലേക്ക് കയറുമ്പോൾ അവൻ ഉറക്ക വിളിക്കും. ആ ഏട്ടൻ്റെ കയ്യിൽ പിടിച്ച് തുള്ളിച്ചാടുമ്പോൾ അവൻ ഈ ലോകം മുഴുവൻ കീഴടക്കിയ പോലെ തോന്നുമായിരുന്നു. ഏട്ടൻ എൻ്റെ ലോകം എന്ന് തോന്നിപ്പോവും. കയ്യിൽ പിടിച്ച് തുള്ളിച്ചാടി അവൻ അങ്ങനെ ഓടി വരികയാണ്. ഒരു ദിവസം അവൻ്റെ സ്കൂളിൽ മാഷ് പറയും, നാളെ നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും ദാനം കൊടുക്കുന്നൊരു ദിവസമാണ്. എല്ലാവരും അവനവൻ്റെ കയ്യിൽ നിന്ന് എന്ത് ദാനത്തിലേക്ക് ചേർക്കാൻ പറ്റുമോ അത് കൊണ്ടുവരണം എന്ന് പറയും. സ്കൂളിൽ വന്നിട്ട് അവൻ അമ്മോട് പറയും, അമ്മേ നാളെ സ്കൂളിൽ ദാനം കൊടുക്കുന്നൊരു ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളാലാവുന്നത് എന്താണെങ്കിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അമ്മ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല, കൊടുത്തയക്കാൻ പൈസയൊന്നും കയ്യിലില്ല. അപ്പോൾ അവൻ്റെ ആ ഒരു കുഞ്ഞു കുടുക്കി ഉണ്ടായിരുന്നു. ആ കുടുക്ക പൊട്ടിച്ചെടുത്തിട്ട് പറയും, അതിൽ നോക്കുമ്പോൾ ചെറിയ കുറച്ച് നാണയത്തൊട്ടുകൾ, ഞാൻ ഇത് കൊണ്ട് കൊടുത്തോളാം സ്കൂളിൽ ദാനം കൊടുക്കാമെന്ന് പറയും. അങ്ങനെ അവൻ അന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടു. ആ നാണയത്തൊട്ടുകൾ കീശയിലിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് വന്നു. ആ കാട്ടിലെത്തിയപ്പോൾ അവൻ ഓർക്കുകയാണ്, ചേട്ടനോടൊന്ന് പറഞ്ഞ് ചേട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കിട്ടിയാലോ, കൊടുക്കായിരുന്നല്ലോ എന്ന്. അപ്പോൾ അവൻ്റെ ഏട്ടൻ്റെ കയ്യിൽ തുള്ളി ചാടിക്കൊണ്ട് അവൻ പറയുകയാണ്, ഏട്ടാ ഇന്ന് സ്കൂളിൽ ദാനം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, എന്തെങ്കിലും എനിക്ക് സ്കൂളിൽ കൊടുക്കണമെന്ന് എനിക്കും മോഹമുണ്ട്, ചേട്ടൻ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു മിനിറ്റ് നേരം ഒന്ന് മുഖത്തേക്ക് നോക്കിയ ശേഷം, ഞാനിപ്പോൾ ഒരു സാധനം എടുത്ത് കൊണ്ടുതരാം നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഏട്ടൻ നടന്നു പറയും. തിരിച്ചു വരുമ്പോൾ ഒരു മൺകുടം, ഒരു ചെറിയ മൺകുടുക്ക, അവന് പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ മൺകുടുക്ക, അതിൽ നിറച്ച് തൈര് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറയുകയാണ്,
ഇത് കൊണ്ടുപോയിട്ട് കൂട്ടുകാർക്കൊക്കെ കൊടുത്തോന്ന്. പാവം മൺകുടുക്ക നോക്കിയിട്ട് പറയും, ഇതിൽ എൻ്റെ കൂട്ടുകാർക്ക് 10 പേർക്ക് പോലും കൊടുക്കാനുള്ള തൈര് തികയില്ലല്ലോ ഏട്ടാന്ന് പറയുകയാണ്. ആ നിഷ്കളങ്കനായ കുഞ്ഞിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അവൻ്റെ ഏട്ടൻ പറയും, നീ ഇത് കൊണ്ട് കൊടുത്തു നോക്ക്, പറ്റുന്നവർക്കൊക്കെ കൊടുത്തോ എന്ന് പറയും. അങ്ങനെ അവൻ ആ മൺകുടത്തിൽ മുഴുവൻ തൈരുമായിട്ടന്ന് സ്കൂളിലെത്തി. അപ്പോൾ ആദ്യം അവൻ നാണയത്തുട്ടുകൾ കൊടുത്തു, ഇത് എൻ്റെ സമ്പാദ്യമാണ് സാറേ, എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയും. പിന്നെ അവൻ ഈ കുടുക്ക കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുടുക്കയിലെ തൈര് എല്ലാവർക്കും കൊടുക്കണം എന്ന് എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പം മാസ്റ്റർ അതിലേക്ക് നോക്കി, ഒരു കുഞ്ഞു കുടുക്കയിൽ കുറച്ച് തൈര്, ഇത് എത്ര പേർക്ക് കൊടുക്കാനാവുമെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി. പക്ഷേ ആ കുട്ടിയുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ സാറിന് അറിയാമായിരുന്നു. അപ്പോൾ പറഞ്ഞു, സാരല്ലേ മോനെ, എത്ര പേർക്ക് പറ്റുമോ അത്ര പേർക്ക് നീ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ ആ കുടുക്കയിൽ നിന്ന് തൈര് അവൻ്റെ കൂട്ടുകാർക്കൊക്കെ വിളമ്പി കൊടുക്കാൻ തുടങ്ങി. എത്ര പേർക്ക് കൊടുത്തിട്ടും ആ കുടുക്കയിൽ തൈര് കുറയുന്നേ ഇല്ല. മുഴുവൻ കൂട്ടുകാർക്കും കൊടുത്തു, മാഷുമാർക്ക് കൊടുത്തു, ആ കുടുക്കയിൽ തൈര് തീരുന്നേ ഇല്ല. അവൻ്റെ മാഷിൻ്റെ കണ്ണ് അത്ഭുതം കൊണ്ട് തള്ളിപ്പോയി. ചോദിക്കുക, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയ ഈ കുടുക്ക, ആരാ നിനക്ക് തന്നതെന്ന് പറയും. ഇതെൻ്റെ ഏട്ടൻ തന്നതാണ്, ഏട്ടൻ കാട്ടിലെത്തിയാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരും എന്ന് പറയും. എന്നാൽ എനിക്കും ആ ഏട്ടനെ ഒന്ന് കാണണമല്ലോ എന്ന് മാഷ് പറയും. അങ്ങനെ അവൻ്റെ സാറ് അവൻ്റെ കൂടെ വന്നു. കാട്ടിലെത്തിയപ്പോഴേക്കും അവൻ സന്തോഷം കൊണ്ട് ഉറക്കെ വിളിച്ച് പറയാണ്, ഏട്ടാ എല്ലാവർക്കും തൈര് കൊടുത്തതാ, ഇപ്പോഴും എൻ്റെ കയ്യിൽ കുടുക്കയുണ്ട്, തൈര് തീർന്നിട്ടില്ല, ഏട്ടാ ഓടി വാ ഓടി വാ എന്ന് വിളിക്കും. കേൾക്കുന്നില്ല. അവൻ ഉറക്കെ വിളിക്കും, കൃഷ്ണേട്ടാ ഓടി വാ എന്ന് വിളിക്കുകയാണ്. കേൾക്കുന്നില്ല. അവൻ്റെ മുഖം സങ്കടം കൊണ്ട് വിതുമ്പി തുടങ്ങി, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ നിഷ്കളങ്കമായ കണ്ണിലൂടെ 2 തുള്ളി കണ്ണീര് വീണു. അപ്പോൾ അവനവൻ്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ ഉള്ള ശബ്ദം കേൾക്കുകയാണ്, എൻ്റെ കുഞ്ഞനിയ, നിൻ്റെ അമ്മയുടെ എന്നെ ഏൽപ്പിച്ചതാണ് നിന്നെ, അതുകൊണ്ട് നിൻ്റെ മുന്നിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ, മറ്റാരുടെ മുന്നിലും വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ മാഷോട് പറയും, എൻ്റെ ഏട്ടൻ എന്താണെന്നറിയില്ല, ഒളിഞ്ഞു നിന്ന് എന്നോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയുന്നു എന്ന്. അത് കേട്ടപ്പോൾ ആ മാഷിൻ്റെ കണ്ണിന് പോലും കണ്ണീര് വന്നുപോയി. എത്ര കഠിനമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും ജീവിതത്തിൽ ഭഗവാൻ എന്ന കൂട്ടുകാരൻ്റെ കയ്യിൽ, ഭഗവാന്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ സാധിച്ചാലുണ്ടല്ലോ, നടക്കാത്തതായിട്ടൊന്നുമില്ല, രക്ഷ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് തുറന്ന സമർപ്പണത്തോടെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ച ജീവിതം രക്ഷകനായിക്കൊണ്ട് നമ്മുടെ കൂടെ എന്നും ഭഗവാൻ ഉണ്ടായിരിക്കും. ഏറ്റവും കഠിനമായ അവസ്ഥകളിൽ അതിജീവിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല പോംവഴി. അതുകൊണ്ട് ഈ പോംവഴി നിങ്ങളും സ്വന്തമാക്കുമെന്നും ജീവിതത്തിൽ എല്ലാ കഠിനമായിരിക്കുന്ന അവസ്ഥകളെ ഈശ്വരനോടുള്ള സമർപ്പണം കൊണ്ടും വിശ്വാസം കൊണ്ടും നിങ്ങളുടെ ശക്തിയിലേക്കും സന്തോഷത്തിലേക്കും മാറ്റാൻ നിങ്ങൾക്കാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.